ജിബിൻ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞു. വോട്ടെടുപ്പിന് പിറ്റേന്ന് ചില ഇടങ്ങളിൽ നിന്നുള്ള പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലായിലും പൂഞ്ഞാറിലുമാണ്. പൂഞ്ഞാറിലെ PC ജോർജാണ് പൊട്ടിത്തെറി ഒരു വെടി പൊട്ടിച്ചിരിക്കുന്നത്. പാലയിലാണെങ്കിൽ മകൻ ഷോൺ ജോർജാണ് ഒരു വെടി പൊട്ടിച്ചിരിക്കുന്നത്. അച്ഛനും മകനുമാണ് വെടി പൊട്ടിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? എന്താണ് PC ജോർജിനെയും ഷോൺ ജോർജിനെയും പ്രകോപിപ്പിച്ചിരിക്കുന്നത്? നമുക്ക് PC ജോർജിനെയും ഷോൺ ജോർജിനെ അറിയാം. ഇതിലുപരി കൂടുതലായിട്ട് നമുക്ക് പരിചയമുള്ളത് PC ജോർജിനെ തന്നെയാണ്. PC ജോർജിനെ നമുക്ക് സുപരിചിതനാകാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വെച്ച് രാഷ്ട്രീയ നേതാവും രാഷ്ട്രീയക്കാരനൊക്കെ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പലപ്പോഴും അദ്ദേഹത്തെ വിമർശനങ്ങൾക്ക് കാരണമാക്കി. അദ്ദേഹത്തിന്റെ ശൈലി, സംസാര ശൈലി. പക്ഷെ ഇവിടെയും അദ്ദേഹത്തിന്റെ സംസാര ശൈലിയാണ് ഒരു വിഷയമായിട്ട് വരുന്നത്. ഇലക്ഷൻ സമയത്ത് അല്ലെങ്കിൽ ഇലക്ഷന് വോട്ടെടുപ്പ് കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് PC ജോർജിന്റെ ഭാഗത്തുനിന്ന് ഒരു സംസാര ശൈലി, അദ്ദേഹത്തിന്റെ ഒരു നാടൻ പ്രയോഗം എന്നൊക്കെ അദ്ദേഹം പറയുന്നത്, പുള്ളി പ്രതീക്ഷിച്ച വോട്ടെല്ലാം പെട്ടിയിലായ ശേഷമാണ്. അതായത് അദ്ദേഹം പറയുന്ന ഒരു FCRA ബില്ലുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പിന്റെ സമയത്ത് ഒരു രാജ്യമൊട്ടാകെ ഒരു വാദം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗത്തുനിന്ന് ആ സമയത്ത് ഈ വിഷയത്തിൽ ഷോൺ പ്രചാരണ സമയത്ത് ഷോൺ മിതമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് FCRA ബില്ലുമായിട്ട് ബന്ധപ്പെട്ട്. അതിനുശേഷമാണ് ഈ വിഷയത്തിൽ PC ജോർജിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകും. പക്ഷെ അദ്ദേഹം ഷോൺ പറഞ്ഞതുപോലെയല്ല, കുറച്ചും കൂടെ കടുപ്പിച്ച് സംസാരിക്കുന്നു. പക്ഷേ ഇലക്ഷന്റെ സമയമായതുകൊണ്ട് വോട്ടെടുപ്പിനുള്ള ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്നുള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു മിതത്വം പാലിക്കുന്നുണ്ട്. പിന്നീട് സംസാരിക്കാൻ പോയില്ല. അതിനുശേഷം വോട്ടെടുപ്പ് കഴിയുന്നു. 9-ാം തീയതി വോട്ടെടുപ്പ് കഴിയുന്നു. 10-ാം തീയതി ആകുമ്പോഴത്തേക്കും ഷോൺ ആദ്യം വെടി പൊട്ടിക്കും. അതായത് FCRA ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം അവർക്കെതിരെ, അച്ഛനും മകനെതിരെ, ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്നാണ് ഷോണും PC ജോർജ് ഒരുമിച്ച് പറയുന്നത്. ആദ്യം പറയുന്നത് ഷോണാണ് പറയുന്നത്. അത് അദ്ദേഹം എല്ലാ സഭയ്ക്കെതിരെ ഒന്നുമല്ല പറയുന്നത്. ഒരു വിഭാഗം കുറച്ച് സഭ അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്തു. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ പറയുന്നുണ്ട്, സഭയിലെ ഒരു വിഭാഗം, സഭയെ അദ്ദേഹം പൂർണ്ണമായിട്ട് പറയുന്നുണ്ട്. ഒരു വിഭാഗം ആൾക്കാർക്കെതിരെ മാത്രമാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ അനുകൂലമായി കിട്ടേണ്ട വോട്ട് ഈ വിഷയത്തിൽ വഴിതിരിച്ചു വിടാൻ ഈ ചില നേതാവ് സഭയുടെ മേലധ്യക്ഷന്മാർ ശ്രമിച്ചു എന്നാണ് PC ജോർജ് ഉന്നയിക്കുന്ന ഒരു വലിയൊരു ആരോപണം. കാഞ്ഞിരപ്പള്ളി ബിഷപ്പാണ് പലയിടത്തേക്ക് ഫോൺ വിളിച്ച് ഞങ്ങൾക്ക് വോട്ട് ചെയ്യില്ല, UDF അനുകൂലമായി വോട്ട് ചെയ്യണം എന്നുള്ള ഒരു സന്ദേശം പങ്കുവച്ചതെന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം. ഇത് ആരോപണമാണ്, അദ്ദേഹം പറഞ്ഞ കാര്യം മാത്രമാണ്. അങ്ങനെയാണ് അത് പറയുന്നത്. അത് ഈ വോട്ടെടുപ്പ് ദിവസം എല്ലാവരെയും ബാധിച്ചിട്ടുണ്ടെന്നും അത് തങ്ങൾക്ക് എതിരായിരുന്നു. ഇത് മാത്രമല്ല, ഈ FCRA വിഷയവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഒരു സമൂഹത്തിലുണ്ടായ ഒരു വിവാദം ഏറ്റവും കൂടുതൽ ബാധിച്ചു. അതായത് പാലായിലാണെങ്കിലും പൂഞ്ഞാർ മണ്ഡലത്തിലാണെങ്കിലും ഞങ്ങളെ ബാധിച്ചു, ഞങ്ങൾക്കത് തിരിച്ചടിയായി എന്നാണ് ഷോണും ജോർജും പറഞ്ഞു വെക്കുന്നത്. ഒരു യാഥാർത്ഥ്യമായ കാര്യം. പക്ഷേ ഇതിനകത്ത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇവർ രണ്ടുപേരുടെ വാദം മാത്രമാണ്. പക്ഷെ ഇവർ പറയുന്നതിനകത്ത് PC ജോർജ് പറയുന്നത് FCRA ബില്ലുമായി ബന്ധപ്പെട്ട് 9-ാം തീയതി പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ FCRA ബില്ല് നടപ്പാക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആർക്കും എതിർക്കാനും പറ്റില്ലെന്ന് അദ്ദേഹം പറയുന്നു. 10-ാം തീയതി പറയുന്നുണ്ട്, ആർക്കും എതിർക്കാനും പറ്റില്ലെന്ന് പറയുന്നുണ്ട്. അത് എതിർക്കുന്നവർക്ക് ഇവിടെ ഒരു കാര്യമില്ല, എതിർക്കുന്നവരെ ഇവിടെ ഞങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുള്ള രീതിയിൽ, രൂക്ഷമായ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. പ്രധാനമായിട്ടും ഇവരുടെ ആരോപണം എന്ന് പറയുന്നത് സഭയിലെ ഒരു വിഭാഗം കോൺഗ്രസിന് പിന്തുണച്ചു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇപ്പം പാലായാണേലും പൂഞ്ഞാറാണേലും ക്രൈസ്തവ വിശ്വാസികൾ ഏറെയുള്ളൊരു മണ്ഡലമാണ്. അതായത് അവിടുത്തെ വിജയത്തെ സ്വാധീനിക്കുന്ന അതിലെ നിർണായക ഘടകം ക്രൈസ്തവ വോട്ടുകൾ തന്നെയാണ്. അപ്പം അവർ പ്രതീക്ഷിച്ചിരുന്ന, അവരെന്ന് പറയുന്നത് നമുക്കറിയാം, അപ്പം പല ഓരോ സഭയുടെ വിഷയങ്ങളിൽ ഇവർ ആദ്യം തന്നെ ഒരു എടുത്തിയാടുന്ന ഏറ്റെടുക്കുന്ന ഒരു സമീപനമുള്ള ഒരാളാണ്. ഇപ്പോൾ PC ജോർജിന്റെ കാര്യം പറഞ്ഞാലും ഷോൺ ജോർജിന്റെ കാര്യം നോക്കിയാലും നമുക്ക് പെട്ടെന്ന് അവരെ ഏറ്റെടുക്കുക, ഏത് വിഷയം ഉണ്ടായാലും അവരാദ്യം ഏറ്റെടുക്കുന്നത്. അതായത് മറ്റൊരു പാർട്ടിക്ക് ആ വിഷയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവര് സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ പെട്ടെന്ന് ഏറ്റെടുക്കുന്നത് സഭ. അപ്പൊ അവര് സഭാ വോട്ടുകൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇവര് തിരിച്ചറിയേണ്ടത് സഭയിലെ ഒരു വിഭാഗം ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. അപ്പം അത് നമ്മുടെ വോട്ട് അല്ലെ വിജയത്തിന് കാരണമാകാൻ സാധ്യതയുണ്ടാകാം, അല്ലെ വിജയത്തിന് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടാകാം എന്നുള്ള ഒരു ക്ലൂ, ഒരു ഹിന്റ് കിട്ടിയ ആയിരിക്കാം ഇവരെ പ്രകോപിപ്പിച്ചതെന്നാണ് നമുക്ക് തോന്നുന്നു, അല്ലേ? അതെ. ഇതിൻ്റെ അകത്ത് ഇപ്പം ദീപു പറഞ്ഞതിൻ്റെ അകത്ത് ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതിനകത്ത് ഷോൺ പറയുന്നതും PC പറയുന്നതും ഇതിൻ്റെ അകത്ത് രണ്ടും ഒരേ കാര്യങ്ങളാണ്. ഷോൺ ആദ്യം പറയുന്നുണ്ട്, ഈ വിഷയത്തിൽ അമിത്ഷാ എന്നോട് ചോദിച്ചാൽ, അല്ലെ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചാൽ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി എല്ലാ സഹായം ചെയ്തു തന്നിട്ട് തിരിച്ചെന്താണ് ഞങ്ങൾക്ക് ചെയ്തു തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തോട് മറുപടി പറയാനൊന്നുമില്ല എന്ന് ഷോൺ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ PC ജോർജും പറയുന്നുണ്ട്,
ഈ വിഷയത്തിൽ FCRA ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അംശയുമായിട്ട് സംസാരിച്ചൊരു ധാരണ എത്തിയിരുന്നു. ഒന്നുകൊണ്ടും പേടിക്കാനില്ല, കണക്കുകൾ ബോധിപ്പിച്ചാൽ മാത്രം മതിയല്ലോ, പിന്നെ എന്താണ് വിഷയം എന്നുള്ള രീതിയിൽ അവിടെ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് തങ്ങൾക്കെതിരെ എതിരായിട്ടുള്ള ഒരു ധ്രുവീകരണം പോലെ ഉണ്ടായതെന്നാണ് PC ജോർജ് പറയുന്നത്. പക്ഷെ സഭയുടെ ഒരു നിലപാട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഭയിലെ ഒരു വിഭാഗം പറയുന്നത് വെച്ചാൽ ഇവരുടെ ഷോണിൻ്റെയും PC ജോർജിൻ്റെ ഇടപെടലല്ല ഇവിടെ FCRA ബില്ലുമായി ബന്ധപ്പെട്ടുണ്ടായത്. അത് രാജ്യത്തിന് മൊത്തമായി ഉണ്ടായ ഒരു വികാരത്തിന്റെ ഭാഗപ്പെട്ടാണ് കേന്ദ്ര സർക്കാർ അതിൽ നിന്ന് പെട്ടെന്നുള്ള ഒരു നടപ്പിലാക്കുന്നത് ഇച്ചിരി പിന്നോട്ട് പോയെന്നാണ് പറയുന്നത്. അല്ലാതെ ഷോണിന്റെയും PC ജോർജിന്റെ സമ്മർദ്ദമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ തന്നെ ഇതുവരെയായിട്ട് നമ്മൾ നോക്കുമ്പോൾ സംസ്ഥാന BJP നേതൃത്വം ഇതുവരെ ഈ ഷോണിനെയും PC ജോർജിനെയും തള്ളി പറഞ്ഞിട്ടില്ല എന്നൊന്ന് നോക്കണം. അതുപോലെ തന്നെ അവരുടെ, പക്ഷേ അത് പറഞ്ഞിരുന്നു, ഇന്നലെ സുരേഷ് ഒന്ന് പറഞ്ഞിരുന്നു, അവരുടെ വ്യക്തിപരമായിട്ട് നിലപാടാണ്. നമ്മുടെ പാർട്ടി ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ ഇവരുടെ ഒരു ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പാലായിൽ നടന്ന പ്രചാരണമാണെങ്കിലും പൂഞ്ഞാറ് നടന്ന പ്രചാരണത്തിൽ BJPയുടെ ക്യാമ്പിലാണ് രണ്ടുപേരുള്ളത്. വലിയൊരു പ്രചാരണം നടത്തിയിട്ടുണ്ട്. നമ്മൾ കാഞ്ഞിരപ്പള്ളി ഒരു ബിഷപ്പിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ പാലാ ബിഷപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ ഒരു നിലപാട് ലഭിച്ചെന്ന് പറയുന്നുണ്ട്. പാലാ ബിഷപ്പ് ഒരു 3 സ്ഥാനാർത്ഥികൾക്ക് നിഷ്പക്ഷമായ രീതിയിൽ സമീപിച്ചെന്നാണ് ഷോൺ പറയുന്നത്. അതെ, ഒരു സമതുല നിലപാട് സ്വീകരിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ഞങ്ങൾക്ക് എതിർപ്പുണ്ടായെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവർക്കൊരു എന്തൊരു പരാജയഭീതി പോലെ ഉള്ളതുപോലെ നമുക്ക് തോന്നലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ PC ജോർജിന്റെ കാര്യത്തിൽ നോക്കാം. PC ജോർജിന്റെ ഒരു ഈരാറ്റുപേട്ട സർക്കിളിലുള്ള ഒരു വ്യക്തിയാണ്. അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൂടുതൽ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ് അദ്ദേഹം. അവിടെ ഇത്തവണ BJPയിൽ നിന്ന് മാത്രമല്ല ക്രൈസ്തവ വോട്ടുകളും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. അതുമാത്രമല്ല, ഈ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥി, അതായത് 3 വിധമുള്ള സ്ഥാനാർത്ഥികളും ക്രൈസ്തവർ തന്നെയാണ്. ഇപ്പം പാലായിലോട്ട് വരുമ്പോൾ ജോസ് കെ മണിയുണ്ട്, ഷോണുണ്ട്, അല്ലെങ്കിൽ പൂഞ്ഞാറിലോട്ട് വരുമ്പോൾ PC ജോർജ് ഉണ്ട്, കുളത്തെങ്കിലുണ്ട്. ഇവരെല്ലാവരും തന്നെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പം നമ്മൾ PC ജോർജിന്റെ കാര്യത്തിലോട്ട് വരെ പറയുമ്പോൾ ഈ പൂഞ്ഞാറിലെ BJP വോട്ടുകൾക്കൊപ്പം ക്രൈസ്തവ വോട്ടുകളും കിട്ടുമെന്ന് കുറച്ച് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട ടൗണിന് പുറത്തുനിന്ന് വോട്ടുകൾ കിട്ടുമെന്ന്, ക്രൈസ്തവ വോട്ടുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ FCRA വിഷയം വരുമ്പോഴത്തേക്കും ആ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലം അല്ലാതായി എന്നാണ് PC ജോർജ് കരുതുന്നത്. അതേ ഒരു ആക്ഷേപം തന്നെയാണ് ഷോണിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. പാലായിൽ നടത്തിയതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ മധ്യകേരളത്തിൽ BJP അത്ര വലിയൊരു പ്രചാരണം നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ സംശയമാണ്. കാരണം അത്രയും വലിയ പ്രചാരണം ഷോണിന് വേണ്ടി പാലായിൽ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഈ മാണി കപ്പനാണെങ്കിൽ ജോസ് കെ മാണിയൊക്കെ നടത്തിയതിനേക്കാളും അതിവേഗത്തിലാണ് ഇവിടെ ഷോണിന് വേണ്ടി പാലായി പ്രചാരണം നടത്തിയത്. അത്രയും വലിയ പ്രചാരണം നടത്തിയിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഈ ഒറ്റ വിഷയത്തിൽ ഇല്ലാതായി പോയോ എന്നൊരു പേടിയാണ് ഷോണിനുള്ളത്. ഷോൺ അതാണ് പല ഘട്ടങ്ങളിലും പറഞ്ഞു വെക്കുന്ന കാര്യം. അവിടെയും ഷോൺ പറയുന്നത് ഈ FCRA ബില്ലുമായി ബന്ധപ്പെട്ട് വന്ന ചില വാർത്തകളും പ്രസ്താവനകളും ചില മത നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായ നിലപാടുകളും തങ്ങൾക്ക് എതിരായി എന്നാണ് പറയുന്നത്. അതുവഴി ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ട് നഷ്ടമായി എന്ന് പറയുന്നുണ്ട്. അതുവരെ ഞങ്ങൾക്കൊരു ബാലൻസ് ഉണ്ടായിരുന്നു വോട്ടിൻ്റെ തലേദിവസം അല്ലെ ആ സമയത്ത് വരെ. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നരേഷൻ സമൂഹത്തിലുണ്ടായപ്പോഴത്തേക്കും വോട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായി. അതിന് വളം വെച്ച് കൊടുത്തു എന്നാണ് പറയുന്നത്. ഒരു ഭാഗം മത അധ്യക്ഷന്മാർ അതിന് വളം വെച്ച് കൊടുത്തെന്നാണ് പറയുന്നത്. അവിടെ അദ്ദേഹം 1-2 പേര് മാത്രമേ പേരെടുത്ത് പറയുന്നുള്ളൂ എന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ട. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഷോൺ കുറച്ചുകൂടെ മിതത്വമായിട്ടാണ് പറയുന്നത്. PC ജോർജ് ആഞ്ഞടിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം കൂടെ അവിടെ ഉണ്ട്. അതായത് ഇപ്പം PC ജോർജിന്റെ ശൈലിയെക്കുറിച്ച് ഷോൺ പറഞ്ഞെങ്കിലും ഷോൺ അതിനകത്ത് അത് ഏറ്റെടുക്കുന്നില്ല. ഇപ്പം ഷോൺ അത് മാത്രമല്ല, ഷോണ് കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെ അത്ര PC ജോർജ് അത്ര പറഞ്ഞിട്ടില്ല. ഷോൺ പൊതുവായ രീതിയിലാണെന്ന് പറഞ്ഞു വെച്ചേക്കുന്നത്. PC ജോർജ് പക്ഷേ അതിനേക്കാളും പുള്ളിയുടെ ശൈലിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് അതിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ PC ജോർജിനെ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംസാരശൈലി, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, സംസാരശൈലിയാണ് PC ജോർജിനെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സംസാരശൈലിയെ ഇഷ്ടപ്പെടുന്നവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്. പക്ഷെ അദ്ദേഹം ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരശൈലി ഇച്ചിരി കടന്നു പോയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ അപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഇന്ന് ഷോൺ പോലെ ഒരു ഔട്ട് സ്പോക്കൺ ആണ് അദ്ദേഹം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എല്ലാ ഘട്ടത്തിലും അത് ഒരു വിജയമാവുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ തന്നെയാണ്. കാരണം ഇലക്ഷന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ട് പെട്ടിയിൽ വീണു, അതിന് മണിക്കൂറുകൾക്ക് ശേഷം എല്ലാവരും തള്ളിപ്പറയുന്ന ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. നമ്മളിപ്പോൾ PC ജോർജിനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടാണെങ്കിലും അല്ലാതെ
പി.സി. ജോർജ് ഒരു നല്ല മോശം നേതാവാണെന്ന് ആരും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ സംസാര ശൈലിയാണ് അദ്ദേഹത്തിന് എപ്പോഴും വിനയായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പൂഞ്ഞാറിൽ മുൻപ് സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. 2016 മറ്റ് ഇടതുവലത് മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് വലിയ വിജയം നേടിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് നമ്മൾ രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ ഒരു കാര്യത്തിന് സമീപിച്ചാൽ അദ്ദേഹം അതിന് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. വേണമെങ്കിൽ അത് സാധ്യമാക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഇറങ്ങിത്തിരിക്കുന്ന ഒരാളും കൂടിയാണ്. പക്ഷെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അദ്ദേഹത്തിനുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഈ സംസാര ശൈലിയാണ് എപ്പോഴും പ്രശ്നമാവുന്നത്. ഈ ഒരു വിഷയത്തിലും അദ്ദേഹത്തിന് ഇവിടെ സംഭവിക്കുന്ന ഒരു സംസാര പ്രശ്നമാണ്. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് പ്രതീക്ഷിച്ചിരുന്നു ഒരു വലിയൊരു വിജയം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ വോട്ടെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് പി.സി. ജോർജ് പൊട്ടിത്തെറിച്ചത് അത് സഭയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കണക്കൂട്ടലിൽ പറഞ്ഞാൽ ഒരു 35,000-നും 40,000-നും ഇടയിൽ വോട്ടുകൾ പാലായിൽ ഷോൺ ജോർജ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. പാലായിൽ ഒരു നിർണായക ശക്തിയായി മാറാൻ പറ്റുമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ FCRA വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വിവാദം കത്തിയപ്പോഴത്തേക്കും അത് ക്രൈസ്തവരുടെ ഇടയിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് ഷോണിന് ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അതാണ് ഷോണിനെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സമാനമായ വിഷയമാണ് പി.സി. ജോർജിനെ ഉണ്ടായത്. പക്ഷെ പി.സി. ജോർജിന്റെ കാര്യം എന്ന് വെച്ചാൽ പി.സി. ജോർജ് അവിടെ വിജയപ്രതീക്ഷയായിരുന്നു. ഷോൺ ആണെങ്കിൽ ഇവിടെ ഒരു പാലാ മണ്ഡലത്തിൽ ഒരു നിർണായക ശക്തിയായി മാറുമെന്നായിരുന്നു ഷോണിന്റെ ഒരു ലക്ഷ്യം. പക്ഷെ പി.സി. ജോർജ് പൂഞ്ഞാറിൽ വിജയത്തിന് വേണ്ടിയാണ് പ്രതീക്ഷിച്ചത്. പി.സി. ജോർജ് പ്രതീക്ഷിച്ച വോട്ടുകൾ ഇങ്ങനെയാണ്. അതായത് ഒറ്റയ്ക്ക് പി.സി. ജോർജിന് അവിടെ ഏകദേശം 40,000 വോട്ട് 2021 പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് BJP വോട്ടുകളും വരുന്നത്. അതോടൊപ്പം തന്നെ നിഷ്പക്ഷമായിട്ടുള്ള ചില വോട്ടുകൾ ക്രൈസ്തവ ബെൽറ്റിനുള്ള വോട്ടുകൾ വരുമ്പോൾ വിജയിച്ച് കയറാമെന്നുള്ള രീതിയിലായിരുന്നു പി.സി. ജോർജിന്റെ പ്രതീക്ഷ. പക്ഷെ അതിന് ഒരു തടസ്സം വെക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തന്നെ ഒരു പരാമർശം ഉണ്ടായത്. അത് ആ വോട്ടെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പുള്ള പൊട്ടിത്തെറി ക്രൈസ്തവ ഭാഗത്തെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അത് പി.സി. ജോർജ് ആ വോട്ടെടുപ്പിന് തലേ ദിവസങ്ങളിൽ നടത്തിയ പ്രസ്താവനയെ ഒരു മയപ്പെടുത്താൻ വേണ്ടി ഷോൺ ജോർജ് കുറെ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് ആളുകൾക്കിടയിൽ അതൊരു സംസാര ശൈലി ഉണ്ടായി, ഇമ്പാക്റ്റ് ഉണ്ടായി എന്ന് നമുക്ക് പറയാം. അതാണ് ഇതിന് ഇപ്പോഴൊരു പൊട്ടിത്തെറിയിലേക്ക് എത്താനുള്ള കാരണം. നമ്മളിപ്പോൾ എത്ര കണ്ട് പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ പൂഞ്ഞാറിൽ പി.സി. ജോർജിന്റെ സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറയാം. കാരണം ചോദിച്ചാൽ പി.സി. ജോർജ് ത്രികോണ മത്സരമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ സാധ്യത ഉണ്ടായിരുന്നു. അവിടെ ഒരു കുളത്തെങ്കിലാണെങ്കിലും സെബാസ്റ്റ്യൻ എം.ജി ആണെങ്കിലും ഇവരൊക്കെ മികച്ച സ്ഥാനാർത്ഥികളാണ്. നമ്മൾ നിലവിലെ MLA ആണ് കുളത്തെങ്കിൽ. പി.സി. ജോർജ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, 2016 തെരഞ്ഞെടുപ്പിലൊക്കെ വമ്പിച്ച് വിജയം നേടി ഇടതുവലത് മുന്നണികളിൽ ഞെട്ടിച്ചൊരു നേതാവാണ്. അദ്ദേഹം ഇത്തവണ ക്രൈസ്തവ വോട്ടുകളും BJP വോട്ടുകളും തനിക്ക് അനുകൂലമാകും, അതുവഴി വിജയിച്ച് നിയമസഭയിൽ എത്താമെന്ന് ഉറച്ച ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോഴും ഈ സംസാരശൈലിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രശ്നം ഉണ്ടാകുമ്പോഴും അദ്ദേഹം ഇന്നും പറയുന്നുണ്ട്, ഞാനും മകനും നിയമസഭയിലെത്തും, തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴത്തേക്കും ഞങ്ങൾ വിജയിച്ച് നിയമസഭയിൽ എത്തിയിട്ടുണ്ടാവും, അന്ന് ഞങ്ങൾ കേക്കും സമൂസയും എല്ലാം മാധ്യമപ്രവർത്തകർക്കും തരും എന്നൊക്കെ അദ്ദേഹം ഇന്നും പറയുന്നുണ്ട്. കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനിടയിലും ഞങ്ങളുടെ സ്റ്റാൻഡ് ഇതാണെന്ന് ഇവർ പറഞ്ഞു വെക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അതായത് ഞങ്ങളുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഞങ്ങൾ എവിടെയാണെങ്കിലും തുറന്നടിച്ച് പറയുമെന്ന്, അതിനിടയിലും ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ഒരു പ്രശ്നമാവുന്ന കാര്യം. ഇപ്പോൾ നമ്മളിപ്പോൾ ഷോണിൻ്റെ കാര്യത്തോട്ട് വന്നാലും പി.സി. ജോർജിൻ്റെ കാര്യത്തോട്ട് വന്നാലും പ്രത്യേകിച്ച് ഷോണിൻ്റെ കാര്യം നമുക്ക് പറയാം. കാരണം ഷോണ് യുവ നേതാവാണ്. ഷോണിൽ നിന്ന് നമ്മളിങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കരുത്, ആരും ഷോണും അങ്ങനെ ആകാൻ പാടില്ല. പി.സി. ജോർജിന് നമുക്കറിയാം, അദ്ദേഹം അങ്ങനെ സംസാരിക്കുകയുള്ളൂ. പക്ഷേ ഷോൺ ജോർജ് കുറച്ചുകൂടെ മിതത്വം പാലിക്കേണ്ട നേതാവാണ്, യുവ നേതാവാണ്. ഇപ്പം അദ്ദേഹത്തിന് പാലായിൽ ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ യോഗ്യതയുള്ള നേതാവ്. പ്രത്യേകിച്ച് കാപ്പം പറയുന്നുണ്ട്, ഇങ്ങനെ പൊട്ടിത്തെറിക്കരുതെന്ന് പറയുന്നുണ്ട്. അതായത് ഞാനിപ്പം മാറും, വീണ്ടും അവിടെ ഒരു സാധ്യത ഉള്ള രീതിയിൽ കാപ്പൻ എന്റെ ഒരു പ്രസ്താവന ഏകദേശം ആ രീതിയിലാണ്. നേരത്തെ തന്നെ പറയുന്നുണ്ട്, കാപ്പൻ ഇപ്പം ആദ്യം തന്നെ ഷോണിനെ കാണുമ്പോൾ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു, ഞാൻ ഇനി ഈ തവണ ഉള്ളൂ, അടുത്ത തവണ ഞാൻ മത്സരിക്കുന്നില്ലെന്ന് കാപ്പൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ഷോണിന്റെ സാധ്യത ഏറുവാണ്. അപ്പൊ ഈ ഷോണിന്റെ ഈ വിഷയത്തിൽ ഇപ്പം കാപ്പൻ പ്രതികരിക്കും പോലും, കാപ്പ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. സഭയും സഭാ മേലധികാരികൾക്കുമെതിരെയുള്ള പ്രതികരണത്തെ UDF എതിർക്കുന്നു പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ കാപ്പന് ഒരു ഷോണിനെ ഒരു സംരക്ഷിക്കുന്ന ഒരു നിലപാട് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പാലായിൽ കാപ്പനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മുഖ്യ എതിരാളി ജോസ് കെ മണി തന്നെയാണ്. ഷോൺ ജോർജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മുഖ്യ എതിരാളി ജോസ് കെ മണി തന്നെയാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പാലായിൽ അദ്ദേഹം നിർണായക ശക്തിയാകാൻ ഷോൺ ജോർജിന് സാധിക്കുമായിരുന്നു, ഈസി ആയിട്ട് സാധിക്കുമായിരുന്നു. ഇത്തവണ പിടിക്കുന്ന വോട്ടുകൾ ഇരിക്കും. ഇത്തവണ ഈ പറഞ്ഞ 40,000 വോട്ടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പാലായിൽ ഒരു നിർണായക ശക്തിയെ ഷോൺ ജോർജ് വരെ മാറാൻ സാധ്യതയുണ്ടായിരുന്നു. ആ ഒരു
അവസ്ഥ ഇപ്പം ഈ ഷോണിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനയോടുകൂടി ഒരു പരിധി വരെയും കൈവിട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഷോണിന്റെ പറഞ്ഞത് വോട്ടെടുപ്പിന് ശേഷമാണ്, അതെ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ പൂഞ്ഞാറിലെ പറഞ്ഞത് വോട്ടെടുപ്പിന് മുമ്പും ഒരു പിടി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ജിബിൻ, ഇത്രയൊക്കെയാണ് പൂഞ്ഞാറിലെയും പാലായിലെ സാഹചര്യങ്ങൾ. പി സി ജോർജും ഷോൺ ജോർജും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, രണ്ടുപേരും വെടിപൊട്ടിക്കുന്നുണ്ട്. മറുവശത്തു നിന്ന് ഒരു പ്രതിരോധം, ഇതിനുള്ളൊരു പ്രതിരോധം ഉണ്ടാകുന്നുണ്ട്. അപ്പം സഭയുടെ ഭാഗത്തു നിന്നൊരു കർശനമായ വിമർശനങ്ങൾ, കടുത്ത വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസും മറ്റ് സഭാനുകൂലിക പ്രസ്ഥാനങ്ങളും ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നുണ്ട്. അപ്പം ഇത് ഇനിയും തുടരുമെന്നാണ് നമുക്ക് തോന്നുന്നത്. മെയ് 4 വരെ ഇത് തുടരും, അതിനുശേഷവും വീണ്ടും തുടരാൻ സാധ്യതയുണ്ട്. അതെ.